അയൽരാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് വളരെ ഗൗരവമേറിയ ലോകത്തെ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്രയും നാൾ പാകിസ്ഥാന്റെ ഭരണകൂടവും പ്രധാനമന്ത്രിയും കൈയാളിയിരുന്ന ആ അതിമാരകമായ ശക്തി, അതായത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബട്ടൺ, അറ്റോമിക് ആയുധങ്ങളുടെ നിയന്ത്രണം, ഇത്രയും കാലം പേരിന് മാത്രമാണെങ്കിലും ഒരു സിവിലിയൻ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ അറ്റോമിക് നിയന്ത്രണം പൂർണ്ണമായിട്ടും സൈനിക തലവനായ ജനറൽ അസീം മുനീറിന്റെ കൈകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു സിവിൽ ഗവൺമെന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ അനുമതി ഇല്ലാതെ തന്നെ അറ്റോമിക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ മാത്രം സർവാധിപതിയായ അസീം മുനീർ മാറിയിരിക്കുന്നു. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഷെഹബാസ് ഷെരീഫ് എന്ന പ്രധാനമന്ത്രി വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണോ? പാകിസ്ഥാൻ ഒരു ഭരണഘടനാപരമായ അട്ടിമറിയിലേക്ക് പോവുകയാണോ? ഏറ്റവും പ്രധാനം, ഇന്ത്യ ഇത് പേടിക്കണം. നോക്കാം. കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നോക്കാം. പാകിസ്ഥാനിൽ നാഷണൽ കമാൻഡ് അതോറിറ്റി NCA എന്നൊരു സമിതിയുണ്ട്. ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധമുണ്ടായാൽ അറ്റോമിക് ബോംബ് പ്രയോഗിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു NCA ആണ്. നിയമപരമായിട്ട് ഈ സമിതിയുടെ അധ്യക്ഷൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. അതായത് അറ്റോമിക് ബട്ടൺ അമർത്താനുള്ള ആ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സിവിലിയൻ നേതാവായിരുന്നു. എന്നാൽ ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും വ്യക്തമാക്കുന്നത് മറിച്ചൊരു ചിത്രമാണ്. പാകിസ്ഥാൻ പട്ടാളം തന്ത്രപരമായിട്ട് ഭരണഘടന മാറ്റി എഴുതി അസീം മുനീറിനെ സുപ്രീം ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ഇതോടെ കര, നാവിക, വ്യോമസേനകളുടെ പൂർണ്ണ നിയന്ത്രണവും ഒപ്പം ഈ ന്യൂക്ലിയർ ആർസനലിന്റെ കമാൻഡും ഒറ്റയാളിലേക്ക്, അതായത് അസീം മുനീറിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. മുൻ പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസറായ ആദിൽ രാജ വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഇത് പാകിസ്ഥാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ഭരണഘടന അട്ടിമറിയാണ് എന്നാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് ഇപ്പോൾ ഇതിൽ യാതൊരു റോളുമില്ല. ഇനി എന്തുകൊണ്ടാണ് അസീം മുനീറിന്റെ കയ്യിൽ ന്യൂക്ലിയർ ബട്ടൺ എത്തുന്നത് ലോകത്തെയും ഇന്ത്യയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത്? അടുത്ത കാലത്ത് അമേരിക്കൻ മണ്ണിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ അസീം മുനീർ നടത്തിയ ഒരു പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വൻ വിവാദമായിരുന്നു. അന്ന് മുനീർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ഞങ്ങൾ തകരുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങളോടൊപ്പം കൊണ്ടുപോകും. നോക്കൂ, ഒരു ആണവായുധ രാജ്യത്തിന്റെ സൈനിക തലവൻ പരസ്യമായിട്ട് നടത്തുന്ന ഒരു ഓപ്പൺ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ആണിത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് റിഫൈനറി പോലെയുള്ള സാമ്പത്തിക തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പരോക്ഷ ഭീഷണിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഒരു സാധാരണ രാജ്യവും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കപ്പുറം സിവിലിയൻ ഇക്കണോമിക് അസറ്റുകളെ ന്യൂക്ലിയർ ലക്ഷ്യങ്ങളാക്കി പ്രഖ്യാപിക്കാറില്ല. എന്നാൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അതും ചെയ്യുന്നു. ഇതിന് പുറമെയാണ് ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ അടച്ച് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ബലൂചിസ്ഥാനിലും താലിബാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ തടയാനാകാതെ നിൽക്കുമ്പോൾ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ അസീം മുനീർ ഇന്ത്യക്കെതിരെ ഒരു കൃത്രിമ യുദ്ധാന്തരീക്ഷം, മാനുഫാക്ചർഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം, ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വിദേശ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. അസീം മുനീറിന്റെ കയ്യിൽ ഈ ന്യൂക്ലിയർ ബട്ടൺ വന്നാൽ ഇന്ത്യ ഭയപ്പെടേണ്ടതുണ്ടോ? ലളിതമായിട്ട് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ കടുത്ത ജാഗ്രത വേണം. എന്തുകൊണ്ട് ഇന്ത്യ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയാൻ കൃത്യമായ കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ്. ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല. എന്നാൽ നമ്മളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുന്ന സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇന്ത്യക്ക് അതിശക്തമാണ്. രണ്ട്, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടാണ് അസീം മുനീറിന്റെ ഭീഷണികൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ആണവ ഭീഷണികൾക്ക് ഇന്ത്യ വഴങ്ങില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 3, എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് നമ്മുടെ S-400 സുദർശൻ ചക്ര ഉൾപ്പെടുന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം. പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള വ്യോമാക്രമണത്തെയും മിസൈലുകളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ ശക്തമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. 4, ആഗോള നിരീക്ഷണം. പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് പാപ്പരായി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു ഭ്രാന്തൻ നീക്കത്തിന് മുതിർന്നാൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾക്ക് മുന്നിൽ പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെടും. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിൽ ജനാധിപത്യം എന്നത് വെറും ഒരു പേര് മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്ന് ഈ ഒരു സംഭവം തെളിയിക്കുകയാണ്. സിവിലിയൻ ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കി ഭരണഘടന ഭേദഗതി ചെയ്ത് സൈനിക തലവൻ തന്നെ ആണവായുധങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് ഒരു രാജ്യത്തിനും നല്ലതല്ല. ഒരു വശത്ത് ദാരിദ്ര്യവും ആഭ്യന്തര കലാപവും, മറുവശത്ത് അറ്റോമിക് ബോംബ് കയ്യിൽ വെച്ച് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന സൈനിക ജനറലും. പാകിസ്ഥാൻ സഞ്ചരിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു പാതയിലൂടെയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തിയിൽ നമ്മുടെ പ്രതിരോധ സേന പൂർണ്ണ സജ്ജമാണ്. അസീം മുനീർ എത്രയൊക്കെ അറ്റോമിക് ബട്ടൺ കാട്ടി പേടിപ്പിച്ചാലും ഇന്ത്യയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ പാകിസ്ഥാന് കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.